ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരാഴ്ച അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഏകദേശം എത്തിയപ്പോൾ ഒരു 2 മണിക്ക് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചായയൊക്കെ ഇട്ട് ഒരു കട സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് കഴിക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവർ ഞങ്ങൾക്ക് ബോളി ഉണ്ടാക്കി തന്നു. നല്ല ചൂടായിട്ടുള്ള ബോളി ഇങ്ങനെ തിളച്ചെണ്ണയിൽ എടുത്ത് വെച്ചിരുന്നാട്ടോ. കുറേ നേരം ഇരുന്നിട്ടാണ് അത് ആറി കിട്ടിയത്. പക്ഷെ നല്ല പഴുത്ത പഴത്തിലുണ്ടാക്കിയ ബോളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടൂനെയും കിങ്ങിണീനെയും വിളിച്ച് അവന്മാർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സഞ്ചി ഫുൾ എൻ്റെ മേക്കപ്പ് സാധനം കേട്ടോ. ഒരു കുന്ന സാധനം ഉണ്ട്, അമ്മേനെ വെച്ച് വേണം പരീക്ഷിക്കാമെന്നും പറഞ്ഞ് എല്ലാം പറക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം അമ്മയ്ക്ക് പനിയാട്ടോ. ഞാൻ ചെന്നപ്പോഴത്തേനും പാവം പനിക്കായിട്ട് ക്ഷീണമായിട്ടിരിക്കുകയായിരുന്നു. ഇക്കറുകൊണ്ട് ഇപ്പോൾ എന്നെ കണ്ടതേ ഓടി വന്നു കേട്ടോ. എന്തോ തിന്നാനുണ്ടെന്ന് ഓർത്ത് മണത്ത് വന്നാന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. എൻ്റെ വൈറ്റ് ടീഷർട്ട് കയറി അവൻ ചെളിയാക്കി വെച്ച്. അപ്പോൾ ചേട്ടയുടെ സഞ്ചിയൊക്കെ മണത്ത് നോക്കുന്നുണ്ട്. ഒന്നുമില്ല, കണ്ടപ്പോഴത്തേനും മിണ്ടാതെ അവിടെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ദേ ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആയിട്ടാട്ടോ വന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിയതാണ്. അതിൻ്റെ പ്രത്യേകിച്ച് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ, ആ കളറ്, ആ നെക്ക് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് വാങ്ങിയതാണ്. പേജ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. മൂണട്ടെ സ്റ്റോർ എന്നാട്ടോ പേര്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കുർത്തീസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചെന്നപാടെ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കാപ്പിയും കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ കാപ്പി ഇട്ടപ്പോൾ അമ്മ ഞങ്ങൾക്കും കൂടി എടുത്തു. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയിട്ടോ. കല്യാണം കഴിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് അമ്മ കുവൈറ്റിലും കൂടെ പോയിട്ട് ഞാൻ ഒട്ടും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. എനിക്കിങ്ങനെ വീട്ടിലാരൊക്കെ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരാഴ്ചത്തേക്കൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇവിടെ ഇരുന്ന് ശരിക്കും പണ്ട് ഞാനിങ്ങനെ വീട്ടിലെങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വരും പെട്ടെന്നങ്ങ് പോകുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടാറില്ല. വന്നു ഇങ്ങനെ ഗസ്റ്റായിട്ട് വരും, ഗസ്റ്റായിട്ട് പോവും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടിട്ട് രാവിലെ അമ്മയുടെ കൂടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. എന്താ പറഞ്ഞെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങളിവിടുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറും ദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ പോയിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാഴ്ച പണിയെടുക്കാതെ ചുമ്മാ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ അമ്മയ്ക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാനും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിങ്ങിലൊന്നും ഞാൻ അങ്ങനെ കയറി ഇടപെടാറില്ല. അത് അമ്മയുടെ സ്ഥലമാണ്. ഞാനിങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും ബാക്കി കാര്യങ്ങളിലൊക്കെ ഉള്ളൂ. മഴ ആയതുകൊണ്ട് നമ്മുടെ പട്ടിക്കുട്ടന്മാർ ഇവിടെ ആട്ടോ കിടക്കുന്നത്. അവർക്ക് അങ്ങനെ കൂടൊന്നുമില്ല, അവരിങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ നടന്നോളും. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും, അപ്പുറത്തെ മരിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും, അങ്ങനെയാണ്. അപ്പം അവന്മാർക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ വീടുണ്ട്. മഴയുള്ള സമയത്ത് പിന്നെ നമ്മൾ അവരെ ഇറക്കിയൊന്നും വിടാറില്ല, തിണ്ണേ കിടക്കും. മഴയില്ലാത്തപ്പോൾ അമ്മ ഇറക്കി വിടും കേട്ടോ. അപ്പോൾ വഴിയിലൊക്കെ പോയി കിടക്കാൻ പറയും. അവന്മാരെ മുറ്റത്ത് പോയി കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂടയൊക്കെ വീണ് കുറച്ച് സ്മെല്ലൊക്കെ ആയി കിടക്കായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലോഷനൊക്കെ ഒഴിച്ച് ഞാനങ്ങ് വൃത്തിയാക്കി. പിന്നെ മുറ്റവും കൂടി അടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം അധികം മുറ്റമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ആകെ വളരെ കുറച്ച് മുറ്റമേ ഉള്ളൂ. പക്ഷെ കരിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. പണ്ട് ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും ഇങ്ങനെ കേട്ടോ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കും. എനിക്ക് മുറ്റടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകെപ്പാടെ ഞാൻ അന്ന് ആത്മാർത്ഥമായി ചെയ്യുന്ന പണിയാണ് കേട്ടോ. എന്നും രാവിലെ എഴുന്നേറ്റ് എനിക്ക് മുറ്റം ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഒരു 3-4 കരിയിലേ ഉള്ളെങ്കിലും ഞാൻ വെറുതെ ഇങ്ങനെ തൂത്തങ്ങി ഇടും. പക്ഷേ എനിക്ക് അടുക്കളയിൽ കയറി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര പടിയാട്ടോ. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ജീവിച്ചൊക്കെ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തു പോകും. അമ്മ എല്ലാ സമയം വരെ അങ്ങനെയായിരുന്നു. അമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ കുറേയൊന്നും പണി ചെയ്യിപ്പിക്കുകയൊന്നുമില്ല, ഇരുന്ന് പഠിച്ചോളാൻ അറിയത്തേ ഉള്ളൂ. മുറ്റമൊക്കെ അടിച്ച് ജസ്റ്റ് അമ്മ വരുമ്പോഴത്തേനും പെരയൊക്കെ തൂത്ത് വരയിട്ട് അത് അങ്ങനെ കുക്കിംഗ് ഒരുപാടൊന്നും ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് വീട്ടിൽ കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ മെയിൻ പണി ആടിന് തീറ്റാൻ പോകുക എന്നുള്ളതാണ്. ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ആടിനെ തീറ്റാൻ വേണ്ടി പോകും. ഈ പുറകിൽ ഇടിഞ്ഞു കൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഷെഡ് ആട്ടും കൂടായിരുന്നു കേട്ടോ. അതിങ്ങനെ കൂട് പോലെ വലുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. 10-13 ആടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ നമ്മൾ വിറ്റ് പിന്നെ നോക്കാൻ സമയമില്ലാണ്ടൊക്കെ ആയി. കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഗൾഫിലൊക്കെ പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു മരമൊക്കെ വീണ് ആ ഒരു ഷെഡ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടും. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പതുക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ രാവിലെ മുറ്റടിക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ ദോശ ഉണ്ടാക്കി തന്നു കേട്ടോ.
കേട്ടോ. ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിക്കുന്നുണ്ട്. ചേട്ടാ അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ വിശക്കും, നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഇവിടെ തുണിയൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അമ്മയുടെ കുറേ ബ്ലൗസുകളാട്ടോ, അമ്മയുടെ കുറേ പഴയ സാരിയുടെ ബ്ലൗസും ഇവിടെ കുറേ ഉണ്ടായിരുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മേനെ ഞാനൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു ബ്ലൗസ് തപ്പുന്നതാണ്. എൻ്റെ കയ്യിൽ സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലൗസ് പിന്നെ അമ്മയ്ക്ക് പാകമാവില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ സാരിയുടെ ചേരുന്ന ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചൊരു വൈറ്റ് കളർ സാരി ആട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ പനിയൊക്കെ ഒന്ന് കുറഞ്ഞു, എന്നാലും മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ തീർത്തിട്ട് നെക്സ്റ്റ് നേരെ മേക്കപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഇരുന്നിട്ട് ദോശ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ ചാടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനങ്ങ് തൂത്ത് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. പിന്നെ അമ്മയുടെ അലമാരി ഇരുന്ന സാരി കേട്ടോ, നല്ല രസമുണ്ട്, അനിയത്തിനെങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതെടുത്തില്ല. കുറേ സാരികളൊക്കെ നോക്കിയെങ്കിലും എനിക്ക് വേറൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാരി ഫുള്ള് ചുളുങ്ങിയിരിക്കുകയായിരുന്നു, അതിൻ്റെ തേക്കാനുള്ള തേപ്പട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ കുറേ തപ്പി നോക്കിയിട്ടും ഒന്നും അങ്ങ് റെഡിയായില്ല. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഹാളിൽ ലൈറ്റും കുറവാണ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. റൂമിലെ ഈ ഒരു ഭാഗത്ത് മാത്രമേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. അപ്പോൾ പിന്നെ റൂമിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാളിൽ കിടന്ന ആ ഒരു ടി വി സ്റ്റാൻഡായിരുന്നു, പഴയ ടി വി സ്റ്റാൻഡാണ്. അതിലേക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിതുപോലെ പല പല കവറിലാക്കി ഓരോരോ ബോക്സിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത്, ഇവിടെ അത്യാവശ്യം ലൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ അമ്മയുടെ മുടിയൊക്കെ ചെയ്യുമെന്ന് സെറ്റാക്കി. അമ്മ കുവൈറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മുടിക്ക് നീളം വെച്ചു കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഒരു 20s 30sലൊന്നും അത്ര ഹെയർ ഉണ്ടായിരുന്നില്ല, ഇച്ചിരിയേ മുടി ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ എല്ലാവർക്കും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉപ്പുവെള്ളത്തിൽ കുളിച്ചും ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുളിച്ചും മുടി പോകുമല്ലോ, അമ്മയ്ക്ക് മാത്രം മുടി വീണ്ടെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുടി ചെയ്ത് വെച്ചിട്ട് അമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുത്താണ്. എന്നിട്ട് അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ശരിക്കും കുറച്ച് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ചെയ്തൊരു ലുക്കാണ് കേട്ടോ. അങ്ങനെ അമ്മേനെ വെച്ചിട്ടൊരു മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആരും ഇല്ല, അപ്പോൾ അമ്മയുടെ ഫേസിൽ വന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ ചോദിച്ചപ്പം അമ്മ വന്ന് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, അങ്ങനെ വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ ഇട്ട് എല്ലാവർക്കും കൊടുത്തു. അനിയന്മാരുണ്ടായിരുന്നു, അവന്മാർക്കും കൊടുത്തു, പിന്നെ ചേട്ടായിക്ക് അമ്മയ്ക്കൊക്കെ കൊടുത്തു. പിന്നെ ഈ നമ്മുടെ പൂച്ചക്കിട്ടന്മാരപ്പത്തേലും പുറത്ത് ചാടി വന്നു. ഇത് മേളിൽ നിന്ന് താഴെ വീണ് കേട്ടോ, അതിൻ്റെ കരച്ചിൽ കിട്ടി ഞാൻ ഓടിച്ചെന്ന് എടുത്തതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശാൻ എൻ്റെ കഴുത്തിൽ കൂടെ കയറി പോയി. അവസാനം എൻ്റെ കഴുത്ത് ഫുള്ള് മാന്തി വെച്ചു. മുടിയുടെ ഇടയ്ക്ക് കൂടെ കയറിപ്പോയിട്ട് എനിക്ക് വലിച്ചെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ കിടന്ന് കാറി കഴിഞ്ഞപ്പം അമ്മയും ചേട്ടൻ കൂടെ വന്നിട്ട് രണ്ടുപേരും കൂടെ അതിനെ എങ്ങനെയോ എടുത്തു. കുഞ്ഞു നാഗമാണേലും നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല സുഖമുള്ള വേദന എന്ന് പറയില്ലേ, അങ്ങനെ മാന്തി പറിച്ചൊക്കെ വെച്ച് കുറച്ച് നേരത്തേന് അതിൻ്റെ ഒരു നീറ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയി. അപ്പോൾ തന്നെ ചേട്ടായി കൊണ്ട് അതിനെ ആ സ്ഥലത്ത് വെച്ചു വിട്ടു. അതിൻ്റെ തള്ള അവിടെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് അതിൻ്റെ അത്രയും മീകളെയും താഴെ വീണു. പിന്നെ പൂച്ചക്കുഞ്ഞായതുകൊണ്ടൊന്നും പറ്റിയില്ല. പിന്നെ പോയിട്ട് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യൽ കറിയാണ്, മുട്ടയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി കൂടിയ മുട്ട ഉരുളക്കിഴങ്ങ് കറി. പിന്നെ അതേ മുളക് ചമ്മന്തി ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മുളക് ഇങ്ങനെ കഴിക്കാനായിട്ട്. അതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു കറിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ മുളക് ഉണ്ടാക്കും. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരത്തെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനൊരു ഒരാഴ്ച അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചയും കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. ഒരു ദിവസം അങ്ങനെ ഫുള്ളിരുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ കൂടുതൽ സമയം അമ്മയുടെ കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമയൊക്കെ വെച്ച് ഭയങ്കര പീസ്ഫുള്ളായിട്ട് വെറുതെ കിടക്കും. അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചേട്ടായി ഞാനും കറങ്ങാൻ വേണ്ടി പോയി. ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. ഈ കണ്ടത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലെ പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ പോയെന്ന് തോന്നുന്നു, ഒരു പിള്ളേർ പോലും കളിക്കുന്നൊന്നും കാണുന്നില്ല. അപ്പം കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങനെ വെറുതെ കിടക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു പച്ചപ്പൊക്കെ കാണുമ്പം നല്ല രസമായിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു മലയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുൾ പച്ചപ്പൊക്കെയാണ്, അതുകൊണ്ട് വെറുതെ നടന്നാലും രസമാണ്. ആകെയുള്ളൊരു കുഴപ്പം നല്ല കൊതുകുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കൊതുക് കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പൊട്ടക്കിണറാട്ടോ, അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ആരും കൊണ്ടൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ വെള്ളമൊന്നും ആരും യൂസ് ചെയ്യുന്നതല്ല. ഇത് കുറേ കമ്പും കോലും ഒക്കെ ആയിട്ട് ക്ലീൻ അല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്നാലും നല്ല രസമാണ് കാണാനായിട്ട്. ഒന്നും നശിപ്പിക്കാതെ അവിടെ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നശിച്ചിട്ടില്ല കേട്ടോ. ഓരോ സ്ഥലമൊക്കെ എന്തെങ്കിലുമൊക്കെ പുരോഗമനം ഉണ്ടാവും, കുറേ വീട് വരും, അല്ലാന്നുണ്ടെങ്കിൽ കുറേ കാടൊക്കെ നികത്തും, കണ്ടം നികത്തും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാറ്റവും ഇല്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അതേ നമ്മൾ കുളമൊക്കെ നല്ല
വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അനിയന്മാരൊക്കെ പോയിട്ട് അവിടെ ക്ലീൻ ആക്കി. ഇവന്മാർ കുളിക്കുന്ന സ്ഥലമാട്ടോ. അപ്പോൾ നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ്. എനിക്ക് ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെവി വേദനയായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് കുറേ നേരം കരയിലൊക്കെ നിന്ന് നോക്കിയിട്ടിങ്ങ് പോകുന്നു. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ, ഒരു 1.5 പൊക്കമൊക്കെ ഉണ്ട്. അവ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് വായി നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ചേട്ടാ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ദിവസം ഫുള്ള് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ പോയതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പാറകളാട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ടുള്ള പറമ്പിൽ ഫുള്ള് പാറകളാണ്. പക്ഷെ കൊതുക് കാരണം എനിക്ക് അങ്ങോട്ടൊന്നും പോകാനും വയ്യ. പിന്നെ കുറേ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മടിയാട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ടാണ്. ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരായിരുന്നു. ചേട്ടായി വെറുതെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നു. പിന്നെ ഇതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത് പണ്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടൊക്കെ ഇന്ന പാറകളാണ്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒന്നും കയറാറില്ലാത്തതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ചു. ഈ പാറയുടെ ഇടയ്ക്കാട്ടോ പണ്ട് ഞങ്ങൾ സാറ്റൊക്കെ കളിച്ചു വിടുന്നത്. ഇവിടെ നിന്നൊക്കെയോ കുറേ പിള്ളേർ വരുമായിരുന്നു. ഏതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിള്ളേർ വന്ന് ഇവിടെ എല്ലാവരും കൂടി ഞങ്ങളിവിടെ പാറയിലൊക്കെ പോയി കഞ്ഞിങ്കറിയും സാറ്റുകളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജനറേഷൻ വളർന്നു വലുതായപ്പോഴത്തേനും പിന്നെ കളിക്കാനൊന്നും ആളില്ലാണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ ഇവിടെ ചക്ക ഇടാനുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ കുട്ടൂനെയും കിങ്ങിണീനെയും വിളിച്ച് അവന്മാരെ കൊണ്ട് ചക്ക ഇടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുകയോ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് വെട്ടി തോട്ടിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈസിലി ചക്ക ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുട്ടു ബാത്റൂമിൻ്റെ മേളിൽ കയറി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതിന് ശേഷം അമ്മ വെച്ച പ്ലാവാട്ടോ. കുറേ വർഷങ്ങളായി. അപ്പോൾ ഇത് ആദ്യത്തെ 2ാമത്തെ പ്രാവശ്യങ്ങളിലാണ്. നല്ല തേൻവരിക്കാട്ടോ, നല്ല മധുരമുള്ള ചക്കയാണ്. കുറേ എണ്ണം ഇങ്ങനെ ചാടി വീണങ്ങാണ്ട് പോയി. അപ്പോൾ ആ ഒരു വിഷമത്തിലിരുന്നപ്പോഴത്തേനും ആണ് 2 എണ്ണം മാത്രം വലുതായിട്ട് വന്നത്. ഇത് കൂടുതൽ പിന്നെ അങ്ങനെ വലുതാവത്തുമില്ല, ഈ ഒരു സൈസിലേ ആവത്തുള്ളൂ. അങ്ങനെ ആ ഒരു മൂത്തെന്ന് തോന്നിയൊരു ചക്ക ഞങ്ങൾ ഇട്ടു. ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്. ഇനി അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാത്റൂമിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയിട്ടോ. നേരെ വന്ന് വീണതിലേക്കാണ്. അതിൻ്റെ കാര്യം ഞങ്ങൾ ആരും ഓർത്തുമില്ല. അങ്ങനെ ചക്ക ഇട്ട് അതും പണിയായി. ഇനി അതും ശരിയാക്കണം. അപ്പോൾ അമ്മ എന്തോ സൈഡ് കുത്തി നോക്കിയിട്ട് ചക്ക മൂത്തെന്ന് മനസ്സിലായിട്ട് ചക്ക വെട്ടുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെട്ടുന്നത്. എനിക്കാണ് പഴുപ്പിച്ച് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം വരിക്കച്ചക്ക തിന്നിട്ട് കുറച്ച് നാളായി. എന്തായാലും കുറച്ച് വേവിക്കാനും കുറച്ച് പഴുപ്പിക്കാനും വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു ചക്ക ആയതുകൊണ്ട് പകുതി മുറിച്ചിട്ട് പകുതി വേവിക്കാനും പകുതി പഴുപ്പിക്കാനും വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്. അത് പതുക്കെ പഴുപ്പിച്ചിട്ട് ചാടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വെച്ച് പഴുപ്പിച്ച് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ കുറേം കൂടി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചേട്ടായി അമ്മയ്ക്ക് ഇതേ കുഞ്ഞു പീസായിട്ടെല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടൻ പുറത്ത് ചാടിയതാട്ടോ. ഇത് മാത്രം വേറൊരു കളറാണ്. തള്ളപ്പൂച്ചയുടെ കളറിൽ 2 പൂച്ചകളും ഇവ മാത്രം ഒരു ഡിഫറെൻറ്റ് കളറാട്ടോ. അവനവിടെ കാറിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഞാൻ പതുക്കെ പോയി എടുത്തു. പിന്നെ ഞാനും ചേട്ടായി പോയിട്ട് കുറച്ച് നേരം സിനിമ കണ്ടു. ഇപ്പോഴത്തെ എൻ്റെ പണി CBIയുടെ ആ ഒരു സീരീസ് ഫുള്ള് കാണലാട്ടോ. 1 തുടങ്ങിയുള്ള 4 വരെയുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടു. എനിക്ക് CBI 5 മാത്രമേ കാണാനുള്ളൂ. ഓരോ ദിവസം ഞാനിന്ന് ഓരോ സീരീസ് കണ്ടു. അങ്ങനെ 4 എണ്ണം തീർത്തു, 4 മൂവിയും തീർത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് 4 നല്ല രസമാണ്. ഞാൻ ആകെപ്പാടെ നേരറിയാൻ CBI മാത്രം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ബാക്കി ജാഗ്രതയും ട്രൂത്തും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പറ്റി. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോഴത്തേക്കും ചേട്ടായി പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വീട്ടിൽ പോകുന്നതിന് ഞാൻ പിണങ്ങി കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വിട്ടത്. 2 ദിവസം നിന്നുള്ളൂ. അപ്പോഴത്തേനും ചേട്ടായിക്ക് നാട്ടിലെന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ചക്കയൊക്കെ മുറിച്ച് വേവിച്ച് പുഴുക്കാക്കി. പിന്നെ ആശാൻ ഈ ചക്കപ്പുഴുക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. കപ്പ ഇഷ്ടമാണ്, ചക്കയോട് വലിയ താല്പര്യമില്ല. എനിക്കും അങ്ങനെ ജസ്റ്റ് കുറച്ച് കഴിക്കുന്നുള്ളൂ ചോറിൻ്റെ കൂടെ. ചക്ക തന്നെയായിട്ട് ഞാനും കഴിക്കില്ല കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും അമ്മ കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ നിന്ന് ബാഗ് എടുത്തോടെ കൊണ്ട് ഇട്ടു. നോക്കുമ്പോൾ പൂച്ച ആളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിനകത്ത് കയറി ഇരിക്കുക കേട്ടോ. ആശാൻ ഇങ്ങനെ പുറത്തിരുന്നിട്ടൊന്നും ഒരു സമാധാനവും ഇല്ല. നേരത്തെ ഇതുങ്ങൾ ആ ഒരു ഷെൽഫിൻ്റെ മേളിലായിരുന്നു. അതിൽ നിന്ന് പൂച്ചകൾ താഴെ ചാടുന്ന കണ്ടുകൊണ്ട് പിന്നെ വേറെ ഇപ്പുറത്തെ മുറിയിൽ എവിടെയോ പോയി ഇരിക്കുന്നത് കണ്ടു. പക്ഷേ ഈ ഒരു ബാഗിനകത്ത് കയറുന്ന ഞാൻ കണ്ടില്ല കേട്ടോ. അതിനകത്തുനിന്നാണ് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിലാണ് അവളെ പുറത്ത് ചാടിച്ചത്. അപ്പോഴത്തേനും എന്നെ മുട്ടി വരുമ്പോൾ ഭയങ്കര സോപ്പിടലായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് പിന്നെയും കൊണ്ട് തുണി വിരിച്ച് അവിടെ കിടത്തി. എന്നിട്ടും കുഞ്ഞുങ്ങളെ എങ്ങോട്ടോ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ചക്കപ്പുഴുക്കും മുളകും കൂടി കഴിക്കുന്നുണ്ട്. അപ്പം വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല, മുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് കാന്താരി മുളക് കഴിക്കാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ ടൗണിൽ പോകാട്ടോ. അപ്പം ഞാനും കുട്ടും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് വണ്ടിയിൽ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് പിന്നെ രാമപുരം ചെന്ന് ചാടി. അപ്പം ഞങ്ങൾ ഹോസ് വാങ്ങാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഓസും വാങ്ങണം, അതുപോലെ
തന്നെ എന്തൊക്കെയോ ബ്ലേഡും സാധനമൊക്കെ വാങ്ങാനുണ്ട്. ബാത്റൂമിൻ്റെ ആ ഒരു പൈപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈപ്പും വാങ്ങി. പിന്നെ വീട്ടിൽ കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കറി വെക്കാനും ഒക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മീനിനൊക്കെ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊഴുവയ്ക്കൊക്കെ 110 രൂപ എങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ 1/2 കിലോ കൊഴുവയും വാങ്ങി. പിന്നെ ചിക്കന് മാത്രമേ വില കുറവുണ്ടായുള്ളൂ. അപ്പോൾ ചിക്കൻ വാങ്ങി. മത്തിക്കും അയലക്കൊക്കെ നല്ല റേറ്റ് ആട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല. അതുകൊണ്ട് ചിക്കനും കൊഴുവയും കുറച്ച് വെച്ച് വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങി. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ വീട്ടിലുള്ളൂ. അത് കഴിയുമ്പോൾ അമ്മയും ജോലിക്ക് പോവാണ്, ഞാനും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇതുകൊണ്ട് വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാമപുരത്തൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ വരുന്നത്. സാധാരണ ഞങ്ങൾ തൊടുപുഴ റൂട്ടിൽ കയറിയിട്ട് രാമപുരം ചാടാതെയാണ് വീട്ടിലേക്ക് പോകുന്നത്. പണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഇവിടെ വന്നായിരുന്നു ബസ്സൊക്കെ കയറുന്നത്. ഇനി ഈ വഴിക്കൊക്കെ പോയപ്പോൾ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. ഈ ഒരു വഴിക്കുള്ള ബസ്സിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴും നല്ല രസമാണ് കേട്ടോ. ആ ഒരു പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല പച്ചപ്പാണ്. ആ ഒരു സമയത്ത് കറക്റ്റ് സ്കൂൾ ടൈമിൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു നിനക്കായി സ്നേഹത്തിൻ. ആ പാട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോയിൻസിഡൻ്റ് ആയിട്ട് സംഭവിച്ചാണെങ്കിലും കറക്റ്റ് ഞാൻ ബസ്സിൽ കയറി പഴയ കാര്യമൊക്കെ ഓർത്തുകൊണ്ടിരുന്നപ്പം ആ പാട്ടും വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുക്കിങ്ങിനുള്ള പരിപാടി ആയിട്ട് അമ്മ ഒരു സ്ഥലം വരെ പോയിക്കുമായിരുന്നു. പൂച്ചയാണ്. വന്നപ്പോൾ കുറച്ച് മീൻ കട്ട് നിന്നു. അതിൻ്റെ കൂടത്തിൽ പാത്രത്തിൽ വെച്ചിരിക്കുന്നതും കൂടി ഇങ്ങനെ കട്ട് തിന്നാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ അടുക്കള വെച്ചിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേനും അവൾ കുറച്ച് 2-3 മീൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ ചിക്കൻ ഭാഗ്യത്തിന് കടിച്ചു പൊട്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ചിക്കൻ വെക്കാനുള്ള പരിപാടി ആയിട്ടും അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ ക്ലീൻ ആക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 1:30 ആയിരുന്നു. അപ്പോഴത്തേനും രണ്ടാൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വേഗം കറി വെച്ചിട്ട് വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പോയി കറി വെക്കാൻ ചെന്നപ്പോഴത്തേനും കറണ്ട് പോയി. പിന്നെ കുറേ നേരം പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കറി വെച്ച് 2 മണി എങ്ങാണ്ട് കഴിഞ്ഞു കേട്ടോ കറണ്ട് വന്നപ്പം. ഞാൻ ഓൾറെഡി സ്ലോ മോഷൻ, അതിൻ്റെ കൂടെ കറണ്ടും കൂടെ എന്നെ ചതിച്ചു. പിന്നെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇന്ന് പതുക്കെ ചെയ്യുള്ളൂ. അത് നല്ല എൻജോയ് ചെയ്ത് കിട്ടും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് കുറച്ച് സ്ലോ ആയിട്ട് ആസ്വദിച്ചങ്ങ് ചെയ്യും. പക്ഷേ വിശന്ന് കുടൽ കരിയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പം എങ്ങനെയൊക്കെയോ ഞാൻ കറി വെച്ച് തീർത്ത്. ഇന്നലെ ഉണ്ടായിരുന്ന ഈ ചക്കയുടെ കൂടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്ക കഴിക്കാൻ. ഇന്നലെ ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അമ്മയും വന്നു. അമ്മ വന്നിട്ട് പിന്നെ മീൻ റെഡിയാക്കി മീൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ദശക്കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് നോക്കുമ്പോണ്ട് അമ്മ ഇതിനകത്ത് മുളകൊക്കെ പുരട്ടി വെച്ച് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന സീനാട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് എന്നോട് പറയാം ദോശമാവ് തീർന്നു പോയി, തേങ്ങയില്ല, നമ്മളെന്താ ഉണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. അമ്മ ചപ്പാത്തിയുടെ കാര്യം മറന്നുപോയി, മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാവ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അമ്മ വേഗം ചപ്പാത്തി വരത്തി ഉണ്ടാക്കി. അമ്മയ്ക്ക് 5 മിനിറ്റ് മതി ഇട്ടു. അമ്മ വേഗം ചപ്പാത്തി വരത്തി തന്നപ്പോഴത്തേക്കും ഞാനിതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് ചപ്പാത്തിയായിട്ട് അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. നമ്മുടെ പൂച്ചക്കുട്ടിയാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നടക്കുക കേട്ടോ, എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ വന്ന് കാണത്തേ ഇല്ല. പറമ്പിലുള്ള അരണീനൊക്കെയാണ് അവൾ പിടിച്ച് തിന്നുന്നത്. ചിക്കൻ്റെ മീനിൻ്റെ മണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ടൈം നമ്മളെ ചുറ്റിപ്പറ്റി നടപ്പാണ് ആശാൻ. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിരുന്ന് പുല്ല് പറിക്കുന്നുണ്ട് കേട്ടോ. താമസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാടാവത്തില്ല. ഇപ്പോൾ ആരും താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പുല്ലാവും കേട്ടോ. നേരത്തെയാണ് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ബൈക്ക് ഇവിടെ വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അധികം അങ്ങനെ മുറ്റടി ഇല്ല. അപ്പോൾ ഡെയിലി അടിക്കത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാടായി പുല്ലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ കാണാത്ത 1-2 തുളസി ഇപ്പോൾ ഉണ്ടായിരുന്നു, അതും പറിച്ചെങ്കിൽ സൈഡിലാക്കി വെക്കുന്നുണ്ട്. എനിക്ക് തുളസി പ്രാന്താട്ടോ. തുളസി ദൂരം മുറ്റത്തുണ്ടെങ്കിലും അമ്മയ്ക്ക് മതിയാവത്തില്ല. അതിൻ്റെ തൈയൊക്കെ പറിച്ച് പിന്നെ ഈ സൈഡിൽ നട്ട് വെക്കും. വേറെ പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ല കേട്ടോ. ആകെപ്പാടെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്നും നോക്കാനൊന്നും ആർക്കും സമയമില്ലല്ലോ. അങ്ങനെ അതൊക്കെ നട്ടു. പിന്നെ ഞാൻ പോയിട്ട് മുറ്റം അടിച്ചിടുന്നുണ്ട്. വന്നപ്പോൾ അടിച്ചിട്ടതാട്ടോ. പിന്നെ അങ്ങനെ അധികം ഇലയൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് അടിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനും ചേട്ടായിയൊക്കെ വന്നു. ചേട്ടായി വാളുവിനെയും സിദ്ധുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടാട്ടോ വന്നത്. പിള്ളേർക്ക് പിന്നെ അവധിയായിരുന്നു, ശനിയാഴ്ചയായിരുന്നു അവർ വന്നത്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം മാളുവിന് വേറെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് അമ്മയുടെ ഒരു ടോപ്പാട്ടോ കൊടുത്തു. അതിൻ്റെ കൈക്ക് ഭയങ്കര നീളമായിരുന്നു. അമ്മ പിന്നെ അത് മടക്കി ഇതേപോലെ വെള്ളിൽ ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മരീശിച്ചിനെ മേക്കപ്പ് ചെയ്യായിരുന്നു കേട്ടോ. അവർ വന്ന സമയം ഞങ്ങളിവിടെ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരണമായിരുന്നു. അപ്പോൾ അപ്പോഴത്തേനും ചേച്ചിക്കും പനിയായി. അപ്പോൾ ഇടയ്ക്ക്
എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ പോകാൻ നേരം ആയപ്പോഴത്തേനാട്ടോ വന്നത്. ആ ചേച്ചിയുടെ സ്കിന്നിൽ മേക്കപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ, കംപ്ലീറ്റ് മേക്കപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചേട്ടായിട്ട് പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം ഉണ്ടായിരുന്നു. ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ടാണ് അത് തീർത്തത്. അപ്പോഴത്തേനും അമ്മയുടെ ഒരു കൂട്ടുകാരി വന്നു കേട്ടോ. അമ്മയുടെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്ന ചേച്ചി ആട്ടോ. അപ്പോൾ ചേച്ചി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും നിർത്തി പോകുന്നതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒരു കൂട്ടുകാർ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. രണ്ടാളും ഭയങ്കര വർത്താനമാണ്. അപ്പോഴത്തേക്കും അമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ഷൂട്ട് കഴിഞ്ഞ് നടുവൊക്കെ ഒടിഞ്ഞ് ഞാനവിടെ വന്നിരിക്കുകയായിരുന്നു. അമ്മ പരിപ്പൊക്കെ വെച്ച് എന്തോ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഉള്ള ഓരോ പീസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള അടുക്കിപ്പറക്ക് അടുത്താട്ടോ. മേക്കപ്പ് സാധനങ്ങളെല്ലാവരും മേശയിൽ നിരന്ന് കിടക്കാറുണ്ട്. എല്ലാം ഓരോരോ കവറിലാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഏറ്റവും വലിയ വടി ഇതാട്ടോ ഈ അടുക്കിപ്പറക്ക്. ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ഇത് ഫുള്ള് നമ്മൾ തിരിച്ച് അടുക്കിപ്പറക്കണം. അപ്പോൾ എൻ്റെ പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എനിക്കൊരു പെട്ടി തന്നു കേട്ടോ. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ പെട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് അടുക്കി വെക്കുന്നുണ്ട്. അതിനകത്തോട്ട് വെച്ചപ്പോൾ നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാം അടുക്കി പെറുക്കി വെക്കാൻ പറ്റി. മറ്റേത് ഞാനോരോ വിഷുപ്പറിലൊക്കെ ആയിട്ടാണ് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുനടന്നിരുന്നത്. അടുക്കിപ്പറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി പോയിരുന്ന സിനിമ കാണുന്നുണ്ട്. അരണ്മന 3ഓ 4ഓ അങ്ങനെ ഏതോ ആട്ടോ. നല്ല രസമായിട്ടായിരുന്നു കണ്ടിട്ടിരിക്കാൻ. ഭയങ്കര കോമഡിയാണ്. എന്തായാലും പ്രേതത്തിനൊന്നും കണ്ടാൽ പേടിയൊന്നും വരത്തില്ല. പണ്ട് പ്രേതമൊക്കെ കാണുമ്പോൾ പേടി വരുമല്ലോ. അങ്ങനെ രാവിലെ ഞാൻ അമ്മയുടെ കൂടെ നേരത്തെ എഴുന്നേറ്റിട്ടോ. പോകുന്ന ദിവസം ആയതുകൊണ്ട് കുറേ പണികളുണ്ടായിരുന്നു. അമ്മയും ജോലിക്ക് പോവാണ്. അപ്പോൾ രാവിലെ ചേട്ടായും ആളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാനും ചേച്ചി അമ്മയും മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 ഇരുന്ന് കാപ്പി പിടിക്കുന്നുണ്ട്. കൂട്ടുകാരികളെന്തോ വലിയ ചർച്ചയിലാട്ടോ. രാത്രിയും ഒന്നിച്ചാണ് അവർ കിടന്നുറങ്ങിയത്. ഭയങ്കര ചർച്ച പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും അപ്പുറത്തും മുറിയിൽ താഴെ ആട്ടോ കിടന്നത്. അപ്പോൾ ഇതെനിക്ക് മരിയ ചേച്ചി വന്ന ലൈറ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കുറവാന്ന് പറഞ്ഞപ്പം മരിയ ചേച്ചി ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ചേച്ചിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം. എന്നിട്ട് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് എടുത്തോളാം പറഞ്ഞു. ചേച്ചി ഭയങ്കര സ്നേഹമാട്ടോ. ഞങ്ങൾ ആകെ ഈ 2 അയൽവക്കം മാത്രമേ കുഞ്ഞിലെ തുടങ്ങി ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊരു വീട് പോലെയാണ് കുഞ്ഞിലെ മുതൽ. അമ്മയുടെ കുറേ സാരി ആട്ടോ അമ്മ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അന്നാണ് എനിക്ക് ഫ്രോക്ക് കഴിക്കാൻ. മാളും ചേട്ടായി നല്ല ഉറക്കാട്ടോ. ഞങ്ങളെല്ലാവരും നിലത്തടി കിടന്നിരുന്നേ. ഇവരെ ഇന്നലെ ഞങ്ങൾ ബെഡ് വിരിച്ച് കട്ടിലേക്ക് കിടത്തി. രാത്രിയായപ്പോൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് പതുക്കെ താഴെ കിടന്നു. അങ്ങനെ 4 പേര് നിലത്താണ് കിടന്നത്. അമ്മ രാവിലെ എഴുന്നേറ്റ് ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇഡലി കഴിക്കാൻ എടുത്തുവിട്ടു. അവർ വരുന്നവരെ ഇരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. എന്നിട്ടിരുന്ന് ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ആളും ചേട്ടൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രണ്ടാൾക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും വേഗം പല്ലൊക്കെ തേച്ചിട്ട് നേരെ വന്നിരുന്ന് ഇഡലി കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള തിങ്സൊക്കെ ഓൾമോസ്റ്റ് എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അമ്മ 2-3 സാരിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു തയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളതും അമ്മ പാക്ക് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീട്ടിൽ തന്നെ ആട്ടോ. എന്നാലും അമ്മ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനം പാക്ക് ചെയ്യണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്മയും അമ്മയുടെ ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടായും ആളും സിദ്ധു എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ 1 വീക്ക് ഫുൾ അമ്മയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നാലും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് പോകാൻ തന്നെ മനസ്സുണ്ടായിരുന്നില്ല. ഇങ്ങനെ കിട്ടും നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. എൻ്റെ ട്രൈപോഡൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിടിക്കാൻ ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാ സാധനമായിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല. അമ്മ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും ഫ്രീ ഉള്ള സമയത്ത് തിരിച്ച് വരണം. അമ്മേനെ ഞങ്ങൾ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാട്ടോ പോയത്. അവിടെ തന്നെയാണ് അമ്മായിയും ജോലി ചെയ്യുന്നത്. അപ്പം കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.